വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. വേനൽ കുടീരം നീ. സുരേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വെഞ്ചറുകളൊക്കെ എന്താണ്? പുതിയ വെഞ്ചറുകൾ ഇനി കുറച്ച് 5-6 സിനിമ ഇറങ്ങാനുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഞാനൊരു തിരക്കഥ എഴുതുന്നുണ്ട്. ഓ, അത് ശരി. ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്നിട്ട് പാടും, അഭിനയിക്കും, പിന്നെ തിരക്കഥ എഴുതും. ഈ പാടിയതും അഭിനയിച്ചതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് സാർ. തിരക്കഥയോടാണ് എനിക്കെൻ്റെ പണ്ട് തൊട്ടേ താല്പര്യമുണ്ട്. അത് പണ്ട് തൊട്ടൊക്കെ ഗോപൻ ഭായി, ഞങ്ങൾ സിനിമയുടെ ആരാധകരായി നടക്കുമ്പോൾ തിരക്കഥയാണ് ഞങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപൻ എന്ന് പറഞ്ഞ ആരാണ്? ഗോപൻ ഭായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. പക്ഷേ എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ്. ചേട്ടൻ്റെ സ്ഥാനമാണ്. നമുക്കൊന്ന് കണ്ടാലോ? നമസ്കാരം ഗോപൻ. എന്ത് ചെയ്യുന്നു? എനിക്ക് പ്രവാസി ഇൻഷുറൻസിന്റെ ഓൺലൈൻ വർക്കാണ്. തമ്പാനൂരാണ് താമസിക്കുന്നത്. രണ്ടുപേരും അരിസ്റ്റോ ജംഗ്ഷനിലാണ് അല്ലേ? അതെ അതെ അതെ. എന്തായാലും സന്തോഷം. നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടാനൊരു അവസരം പറയാം നേടാം എന്ന ഈ ബിഗ് ഗെയിം ഷോയിലൂടെ ഉണ്ടായി. നമുക്കിപ്പോൾ തുടങ്ങാം. തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷം ചോദിക്കാം. ശരി. ഞാൻ ചിലപ്പോൾ കുറച്ച് കാട് കയറിയൊക്കെ വിശേഷം ചോദിക്കും കേട്ടോ. അത് ഒന്നും തോന്നരുത്. ഇല്ല, ഞങ്ങൾ കാട് കയറാതെ മറുപടി പറയാം. കാട് കയറി പറഞ്ഞോളൂ, കുഴപ്പമില്ല. അയ്യോ. അപ്പോൾ ഒരു രഹസ്യം ആദ്യമേ പറയുകയാണ്. പക്ഷെ ഇതിപ്പോൾ പരസ്യമായി. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ. ഇതൊക്കെ ഒരുപാട് ഒരു പൊൻതൂവലുകളായിരുന്നു അന്നത്തെ സമയത്ത്. ഇതുപോലത്തെ ഒത്തിരി പടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വളരെ എവർഗ്രീൻ ഹിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് ചോദ്യം മുഴുവൻ. റെഡിയാണോ? അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് ആയ കേറി വാടാ മക്കളയിൽ പോയാലോ? കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ. മറവത്തൂർ കനവ് എന്ന സിനിമ തുടങ്ങുന്നത് ഒരു പാട്ടോടുകൂടിയാണ്. ശരിയാണോ തെറ്റാണോ? ഓപ്ഷൻ എ ശരി, ബി തെറ്റ്, സി ഒരു ഫൈറ്റ് സീനോടാണ്. ഒരു ഫൈറ്റ് സീൻ വഴിയാണ്. എ ശരി, ബി തെറ്റ്, ഒരു സംഘട്ടന രംഗത്തോടു കൂടിയാണ്. ഏതാണ് ഉത്തരം? 20 seconds. ബോംബെ കേട്ടോ? കേട്ടായിരുന്നു. ബി ഉത്തരം തെറ്റാണ്. തെറ്റാണ്. സുരേഷ് പറയുന്ന ബി ഉത്തരം തെറ്റ് എന്നാണ് അല്ലേ? തൽക്കാലം ഞാൻ തെറ്റിനെ ഇടിച്ച് പിഴിഞ്ച് വരിഞ്ച് മുറുക്കി അവിടെ ഇടുകയാണ്. അപ്പോൾ ഏത് സ്കൂളിലാണ് തുടങ്ങിയത്? നഴ്സറി, അതായത് 1ാം ക്ലാസ് 2ാം ക്ലാസ്? തമ്പാനൂർ UPS 1ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് SMV സ്കൂൾ. SMV സ്കൂൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള ഒരു സ്കൂളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മോഡൽ സ്കൂളും SMV സ്കൂളും കൂടെ ചെറിയ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മോഡൽ സ്കൂളായിരുന്നു. അന്നത്തെ സമയത്ത് SMV സ്കൂളെന്ന് പറഞ്ഞാൽ മോഡൽ സ്കൂളിന് പേടിയായിരുന്നു. പിന്നെ കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മളൊക്കെ, പിന്നെ ഞാൻ ആ സെക്ടറിലൊന്നും പോകത്തില്ല. പാട്ടിൻ്റെ രീതിയിൽ കോമ്പറ്റീഷനൊക്കെ പാടുക, റെസിറ്റേഷൻ പാടുക, അങ്ങനെ സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ഇല്ല, കലാപരമായിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ കലയിലോട്ട് വന്നത്, സിനിമയിൽ വന്നത്? അത് സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരക്കഥ എഴുതാൻ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ തിരക്കഥ കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ പാട്ടിലൂടെ കയറാമെന്ന് വിചാരിച്ചു. പാട്ടിലൂടെ സിനിമയിൽ കയറാമെന്നല്ല, അക്കാലത്ത് ഈ ആൽബങ്ങളൊക്കെ പോലെ പാട്ടുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ കാസറ്റ് സമയമുണ്ടെന്ന്, ഈ ഡിസ്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ പാട്ട് എഴുതി കലാഭവൻ മണിയെ കൊണ്ടൊക്കെ പാടിപ്പിക്കണമെന്നായിരുന്നുള്ള ആഗ്രഹങ്ങൾ. സാറിനെ കൊണ്ടും പാടിപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് എന്താ പറയുക, അതിനുള്ള സെറ്റപ്പില്ലായിരുന്നു. പാട്ട് എഴുതും,
അത് ഇവരെയൊക്കെ പാടി കേൾപ്പിക്കും. ഇവരൊക്കെ പറയുമ്പോൾ 1000 പേര് കേട്ടത്. ആദ്യമായിട്ട് എഴുതിയ പാട്ട് ഇതാണ്. ആദ്യ പാട്ടുകളിലെ പാട്ട് ഈ ഗോപമ്പായിയെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. ഒന്ന് പാടാമോ പ്ലീസ്? ഇദ്ദേഹം പെണ്ണന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കല്യാണമൊക്കെ മുടങ്ങിപ്പോകുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ വിഷമങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ കളിയാക്കിയിട്ട് എഴുതിയൊരു പാട്ടാണ്. കതിർക്കുലമുത്തുമണി പാടം കൊയ്യാൻ ഏനി നല്ല പോയപ്പം കടക്കണ്ണുകൊണ്ട് കരളിൽ 1000 പൂവമ്പെറിഞ്ഞോള് പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് പാണപ്പുഴയലയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമഴകെനിക്കു കാണിച്ചു തന്നോള് തത്തമ്മ ചുണ്ടുള്ള പെണ്ണാള് പെണ്ണിൻ കവിളത്തു ചന്ദനയഴകാണ് കതിർക്കുലമുത്തുമണി പാടം കൊയ്യാൻ ഏനി നല്ല പോയപ്പം കടകണ്ണ് കൊണ്ട് കരളിൽ 1000 പൂവമ്പെറിഞ്ഞോള് തന തന താന 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 തന തന താന തന തന താന 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 തന തന താന. സൂപ്പർ. ഇപ്പം ഗോപൻ മാരീഡ് ആയിട്ട് എത്ര വർഷമായി? 10. ഞാനിപ്പോൾ 20 years, 20 വർഷമായി. 20 വർഷമായി. അപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാളാണ്. മോള് മാത്രമേ ഉള്ളൂ. മോള് മാത്രമേ ഒരു മോള് മാത്രമേ ഉള്ളൂ. +2 ഡിഗ്രിക്ക് വെയിറ്റിംഗ്. ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹോ, ബാച്ചിലർ ആണല്ലേ? ക്രോണിക് ബാച്ചിലർ. ക്രോണിക് അല്ല, അതിന് മേലെ എന്ത് വേണ്ടി അന്തമാതിരി ബാച്ചിലർ. എനിക്ക് ഗോവൻ്റെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളെ ഇത്രയും സഹായിച്ചിട്ട് നമ്മുടെ സുരേഷിനൊരു പെണ്ണ് സംഘടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റില്ലേ? ഒരു കല്യാണം. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. കുഴപ്പമാണോ പുള്ളി? ഉഴപ്പാണ്. ഉഴപ്പാണല്ലേ? ഉഴപ്പാണ്. അയ്യോ, ആ കാര്യത്തിനൊന്നും ഉഴപ്പരുത് കേട്ടോ. എനിക്ക് കാലൂന്ന് നിൽക്കുന്ന സ്വഭാവം ഇല്ല. അത് ഉത്തരവാദിത്തങ്ങൾ എനിക്ക് എടുക്കാൻ പ്രയാസമാണ്. കല്യാണം കഴിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഉത്തരവാദിത്തം ഒന്നും പറ്റൂല. അതൊരു പേടിയുണ്ട്. കാര്യം കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോശമല്ലേ? അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ ഭാര്യ ഇറങ്ങിപ്പോകുന്നു? ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം സുരേഷ്, ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്ന കൊള്ളാം. എനിക്കും അതങ്ങനെയാണ് തോന്നുന്നത്. കാരണം വളരെ ഫ്രീ. അതെ, പോവാം, എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോ വേണേ വരാം, ഒന്നും ചോദിക്കാനില്ല. ആരെ വേണേ പ്രേമിക്കാൻ, ആർക്ക് വേണമെങ്കിലും നമ്മളെ പ്രേമിക്കാം. ഓ, അങ്ങനെയാണല്ലേ? അല്ല, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രേമമൊന്നും നടക്കില്ലല്ലോ. നടന്ന കഥയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എൻ്റെ 1-2 കൂട്ടുകാരുടെ ഭാര്യമാർ പിണങ്ങി പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ എന്നെ വിഷമിപ്പിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു സംഭവമാണ്. അത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നമ്മൾ കടൽ തീരത്തുള്ളൊരു സ്ഥലത്ത് കുറച്ച് പേര് വള്ളത്തിൽ പോയി. അതിൽ ഒരാളെ കാണാനുണ്ടായി. കുറച്ച് പോയതിൽ 4 പേരെന്തോ തിരികെ വന്നു. ഇദ്ദേഹത്തെ മാത്രം കണ്ടില്ല. അവസാനം ഇദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിന് ധനസഹായം എന്തോ സർക്കാർ പ്രഖ്യാപിച്ചത്രേ. അത് വാങ്ങാൻ്റെ തലേ ദിവസമായപ്പോൾ ഈ മകൾക്ക് ഒരു വിവാഹാലോചനയൊക്കെ നടത്തി നിൽക്കുന്ന സമയത്താണ് ഈ കാണാൻ പോയി മരിച്ചുപോയി എന്ന് പറഞ്ഞ ആൾ കയറി വരുന്നത്. അപ്പോൾ അയാളുടെ ഭാര്യ അയാളെ ഒരുപാട് കുറ്റം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് വന്നത്? സർക്കാരിൻ്റെ കിട്ടേണ്ട ധനസഹായമൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി പിന്നീട് വിഷമിച്ച് പോയി മറ്റെന്തോ ചെയ്തെന്നാണ് ഇതേപ്പറ്റി അറിയാമെന്നുള്ള ആൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ തീരുമാനിച്ച് വേണ്ട, എന്തിനാണ് ഈ കൊല്ലാപ്പിന് പോകുന്നതെന്ന്. ഓക്കെ, ഉത്തരം നൽകിയിരിക്കുന്നത് ബി തെറ്റാണ്. തെറ്റായി പോയോ സുരേഷ്? അല്ല, ശരിയാണ്. ശരിയാണ്, ഉറപ്പാണ്. തെറ്റ് ശരിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ബി തെറ്റ് എന്ന ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതും ഇപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. രണ്ടാമത്തെ ചോദ്യം ഇതാ, ഒരു ഗാനമാണ്. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ. നമ്മുടെ ഉസ്താദ് അനൂപ് കോവളം ഇപ്പൊ പാടുന്നതാണ്. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. സൂപ്പർ പാട്ട് കേട്ടല്ലോ സുരേഷ്? കേട്ടല്ലോ? കേട്ടു. നിങ്ങളുടെ സുഹൃത്തും കേട്ടു.
ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. ഈ ഗാനത്തിൽ കൊയർ ഗായകനായി അഭിനയിച്ചിരിക്കുന്ന നടന്റെ പേരെന്താണ്? കൊയർ ഗായകനായിട്ട് അഭിനയിച്ച നടന്റെ പേര്. ഓപ്ഷൻ എ ബിജു മേനോൻ, ഓപ്ഷൻ ബി അശോകൻ, ഓപ്ഷൻ സി നന്ദു പൊതുവാൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. ദിവ്യ ഉണ്ണിയുടെ കൂടെ ആ സീനിൽ വരുന്ന ഈ ഗാനത്തിൽ കൊയർ ഗായകനായി അഭിനയിച്ചിരിക്കുന്ന നടന്റെ പേരെന്താണ്? ബിജു മേനോൻ, അശോകൻ, നന്ദു പൊതുവാൾ. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു പൊതുവാൾ. ഞാൻ ഇടിച്ചിട്ട് പൂട്ടട്ടാ? ആ, നന്ദു പൊതുവാൾ. എടുത്തിട്ട് പൂട്ടി ഞാൻ നന്ദു പൊതുവാളിനെ. ഓക്കെ, അപ്പം നന്ദു പൊതുവാൾ എന്ന ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. താങ്ക് യു. അതാണല്ലോ പറയാം നേടാമെന്ന അതിൻ്റെ ഒരു രീതി. ഇത് ആ അതെ